പാകിസ്ഥാനും തുർക്കിയും സൗദി അറേബ്യയും ചേർന്നൊരു സഖ്യമുണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ത്യക്ക് എന്തോ വലിയ ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. ഒരു കുന്തവുമില്ല എന്ന് നമ്മൾ പല വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. എന്നിരുന്നാലും നമ്മുടെ എ ഐയുടെ കാലഘട്ടത്തിൽ എ ഐയുടെ അടുത്ത് പോയിട്ട് ഞാനൊന്ന് ചോദിച്ചു, 2028-ലോ 30-ലോ സാധ്യത അതാണല്ലോ, എന്തായാലും നാളെയോ മറ്റന്നാളോ ഒന്നും യുദ്ധം നടക്കില്ല. സോ 2028-ലോ 30-ലോ അല്ലെങ്കിൽ 2027-ലോ ആയിക്കോട്ടെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം നടക്കുകയാണെന്ന് കരുതുക. പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ആ മൂന്ന് രാജ്യങ്ങൾ പാകിസ്ഥാൻ, തുർക്കി, സൗദി ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യുന്നു. ആരായിരിക്കും ഒരു ഫുൾ സ്കെയിൽ യുദ്ധം ഉണ്ടായാൽ ജയിക്കുക എന്ന് ഗൂഗിൾ എ ഐയോട് ചോദിച്ചപ്പോൾ, ജെമിനായോട് ചോദിച്ച സമയത്ത് കിട്ടിയ റിസൾട്ട് സിമ്പിൾ ആയിട്ട് ഒരു സംശയവുമില്ലാതെ എ ഐ പറഞ്ഞ ഉത്തരം ഇന്ത്യ എന്നാണ്. അതായത് ആണവായുധമില്ലാത്ത ഒരു പൂർണ്ണ തോതിലുള്ള പരമ്പരാഗത യുദ്ധം നടക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് തന്ത്രപരവും ഭൂമിശാസ്ത്രപരവും വ്യവസായപരവുമായ ശക്തമായ മുൻതൂക്കമുണ്ട്. അതിനാൽ ഇന്ത്യ നിർണായകമായ സൈനിക വിജയം നേടുമെന്നാണ് എ ഐ പോലും പറയുന്നത്. സോ എ ഐയുടെ കാര്യം എല്ലാവർക്കും അറിയാം. കൃത്യമായ ഡാറ്റ അനലൈസ് ചെയ്തിട്ടാണല്ലോ എ ഐ പറയുന്നത്. നമുക്ക് നോർമലി ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും ഈ സഖ്യമൊന്നും കൊണ്ട് ഇന്ത്യയെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന്. എന്നിട്ട് നമ്മുടെ ഇവിടുത്തെ പല മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് എന്തോ വലിയ തിരിച്ചടി ഇന്ത്യക്ക് ഉണ്ടാകുമെന്ന തരത്തിലൊക്കെയാണ്. ഒന്ന്. രണ്ടാമത്, പാകിസ്ഥാനികളുടെയൊക്കെ ആഘോഷം കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ ഇവരൊക്കെ ഏത് ലോകത്ത് ജീവിക്കുന്നുവെന്ന് നമുക്ക് തോന്നിപ്പോവും. ഈ പാകിസ്ഥാൻ, തുർക്കി, സൗദി അറേബ്യ എന്നിവരുടെ കൂട്ടുകെട്ട് ഒരു വലിയ ഭീഷണിയാണെന്ന് തോന്നാമെങ്കിലും ഭൂമിശാസ്ത്രപരമായ പ്രതിബന്ധങ്ങൾ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ കടൽ കരുത്ത്, പ്രോജക്റ്റ് കുശ, S-400, ഇന്ത്യയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, IACCS എന്നിവ ഉൾപ്പെടുന്ന ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനം എല്ലാം കാരണം ഇന്ത്യക്കും വളരെ ശക്തമായ മുൻതൂക്കമാണ് അങ്ങനൊരു യുദ്ധം ഉണ്ടായാൽ സംഭവിക്കുന്നത്. ആദ്യം നമുക്ക് പ്രായോഗികമായിട്ട് ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ഉദാഹരണത്തിന്, ഇന്ത്യയുടെ കൈവശം 2 വിമാനവാഹിനി കപ്പലുകളുണ്ട്. ഇന്ത്യയുടെ കൈവശം ആണവ അന്തർവാഹിനികളുണ്ട്. ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന അന്തർവാഹിനികളുണ്ട്. ഇന്ത്യയുടെ കൈവശം അത്യാധുനികമായ ഫ്രിഗേറ്റുകളും അത്യാധുനികമായിട്ടുള്ള കോർവെറ്റുകളും ഇന്ത്യയുടെ കൈവശമുണ്ട്. മോസ്റ്റ് മോഡേൺ യുദ്ധക്കപ്പലുകളാണ് ഇന്ത്യയുടെ കയ്യിലുള്ളത്. ഓൾമോസ്റ്റ് എല്ലാം ഇന്ത്യ തന്നെയാണ് തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്നത്. എയർക്രാഫ്റ്റ് കരിയർ അടക്കം ഇന്ത്യയാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ മെയിൻ്റനൻസും ഇന്ത്യയാണ് ചെയ്യുന്നത്. അതുപോലെ മുങ്ങിക്കപ്പലുകളും ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ അതിന്റെ മെയിൻ്റനൻസും തദ്ദേശീയമായിട്ട് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനൊന്നും മറ്റു രാജ്യങ്ങളെ ഒരു പരിധി വിട്ട് മറ്റു രാജ്യങ്ങളുടെ സഹായം നമുക്ക് ആവശ്യമില്ല. സോ ഇന്ത്യക്ക് ഇപ്പോൾ തുർക്കിയെ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തുർക്കി വരെ പോകേണ്ട കാര്യമില്ല. ഇന്ത്യയുടെ അഗ്നി 5 മിസൈലുണ്ട്, അഗ്നി 6 മിസൈലുണ്ട്, സൂര്യ മിസൈലുണ്ട്. അതിൽ അഗ്നി 5 ഓൾറെഡി ഇന്ത്യ കൺഫേം ആയിട്ട് ടെസ്റ്റ് ചെയ്ത് ലോകം മുഴുവൻ കണ്ടതാണ്. 8000 കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധി. തുർക്കിയുടെ ഏത് കോണിലും കൺവെൻഷണൽ ആക്രമണം നടത്താൻ കഴിയും. ഞാൻ ആണവ യുദ്ധത്തെക്കുറിച്ച് അല്ല പറയുന്നത്. ആണവ യുദ്ധമാണെങ്കിൽ തുർക്കിയും സൗദിയും പാകിസ്ഥാനും ഒന്നും നമ്മുടെ മുമ്പിൽ പോലും ഇല്ല എന്ന് നമ്മൾ കരുതണം. നമ്മുടെ മുമ്പിൽ നിഷ്പ്രഭമാണ്. അവിടെ ഒരു ചർച്ചയുടെ പോലും ആവശ്യമില്ല. നോർമലി ആണവായുധം ഉപയോഗിക്കാത്ത ഒരു പരമ്പരാഗത യുദ്ധത്തിൽ പോലും തുർക്കിയുടെ ഏത് കോണിലും ആക്രമണം നടത്താൻ കഴിയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ തന്നെ ഇന്ത്യയുടെ കയ്യിലുണ്ട്. അഗ്നി 4 പോലുള്ള മിസൈലുകൾ പോലും തുർക്കിയുടെ ഏത് ഭാഗത്തും എത്താനുള്ള സാധ്യതയുണ്ട്. നമുക്ക് അഗ്നി 5 മാത്രം മതി ഇന്ത്യയുടെ ഏത് കോണിൽ ഇരുന്നു കൊണ്ടും തുർക്കി ആക്രമിക്കാനായിട്ട്. അഗ്നി 6ഓ സൂര്യ മിസൈലോ ഒന്നും നമുക്ക് ആവശ്യമില്ല. രണ്ടാമത്, K4 എന്ന് പറയുന്ന ഇന്ത്യയുടെ ഈ മുങ്ങിക്കപ്പലുകളിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ തുർക്കിയുടെ ഏത് കോണിലും എത്തും. കാരണം 4000 കിലോമീറ്ററോളം ദൂരപരിധി കവർ ചെയ്യുന്നതാണ് K4 മിസൈലുകൾ. ഇനി അതേ സമയത്ത് തന്നെ K5 എടുക്കുകയാണെങ്കിലോ അത് അഗ്നി മിസൈൽ പോലെയാണ്. 5500 കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധി കവർ ചെയ്യുന്ന ഒരു മിസൈലാണ് K5 എന്ന് പറയുന്നത്. K6 മിസൈലും അതിനകത്ത് പെടുന്നുണ്ട്. അപ്പൊ ഇന്ത്യയുടെ മുങ്ങിക്കപ്പലുകൾക്ക് എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് പരിധിയൊന്നുമില്ലല്ലോ. മുങ്ങിക്കപ്പലുകൾക്ക് എവിടെയും പോവാം. പക്ഷെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് മുങ്ങിക്കപ്പലുകളിൽ നിന്ന് തുർക്കി വരെ എത്തുന്ന മിസൈലുകളുണ്ട്. സൗദിയുടെ കാര്യമൊന്നും പിന്നെ പറയേ വേണ്ട. സൗദിയും പാകിസ്ഥാനും ഒക്കെ നമുക്ക് വിടാം. കുറച്ച് ദൂരെയുള്ള രാജ്യം തുർക്കിയാണ്. തുർക്കി വരെ എത്തുന്ന മിസൈലുകൾ നമ്മുടെ ഈ മുങ്ങിക്കപ്പലുകളിൽ നിന്ന് തന്നെ നമുക്ക് തൊടുക്കാൻ കഴിയും. ഇന്ത്യയുടെ ബ്രഹ്മോസ്, പ്രളയ് പോലെയുള്ള മിസൈലുകളെ ഒന്നും താങ്ങാനുള്ള ശേഷി സൗദിക്കോ പാകിസ്ഥാനോ ഒന്നുമില്ല. പാകിസ്ഥാനോ ഒക്കെ നമ്മൾ ഓൾറെഡി ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് എത്ര ദുർബലമാണ് പാകിസ്ഥാൻ എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. സത്യത്തിൽ ഒരു ചർച്ചയുടെ പോലും ആവശ്യം നമുക്ക് അവിടെ ഇല്ല. ഇവർ 3 പേരും കൂടെ ചേർന്നാലും ഇന്ത്യ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് കണക്കുകൾ നോക്കിയാൽ മാത്രം നമുക്ക് മനസ്സിലാവും. അതായത് ഇന്ത്യയുടെ രോമത്തിൽ തൊടാൻ ഈ 3 രാജ്യങ്ങളും കൂടെ ചേർന്നാൽ പോലും പറ്റില്ല. കരയുദ്ധത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തുർക്കിയുടെയും അതുപോലെ തന്നെ സൗദിയുടെയും സൈന്യം ഇനിയിപ്പോൾ പാകിസ്ഥാനിൽ വന്നിട്ട്
ഇന്ത്യയുമായിട്ട് കരയുദ്ധം ചെയ്യേണ്ടി വരും. കാരണം തുർക്കിയും സൗദിയും ഇന്ത്യയുമായിട്ട് ഒരു കര അതിർത്തി ഇല്ല. അപ്പൊ അവിടെ നിന്ന് അവർ വിമാനത്തിൽ പാകിസ്ഥാനിൽ വന്നിട്ട് വേണം ഇന്ത്യയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ. അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ എന്ന് പറയുന്നത് ഒരു സാധാരണ ബോർഡർ അല്ല, ലോകത്തിലെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ബോർഡറാണ്. അവിടെ യുദ്ധം ചെയ്യാന്ന് പറയുന്നതിന് പ്രത്യേക പരിശീലനവും പ്രത്യേകമായ തന്ത്രങ്ങളും ആവശ്യമാണ്. അത് സൗദിയോ അല്ലെങ്കിൽ ഈ പറയുന്ന തുർക്കിയോ കൂട്ടിയാൽ കൂടുന്നതല്ല. അക്കാര്യത്തിൽ ശരിക്കും സൗദിയെക്കാളും തുർക്കിയെക്കാളും ബെറ്റർ ആണ് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ സൈന്യം. സോ പാകിസ്ഥാൻ സൈന്യത്തിനെ ഇന്ത്യയുടെ കൂടെ അതിർത്തിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ ഈ സൗദിയുടെയും തുർക്കിയുടെയും ഒക്കെ സൈന്യം വന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്നും ചെയ്യാനില്ല. സോ അവിടെ വന്നിട്ട് വെറും ചാവേറുകളാകാമെന്നുള്ളതല്ലാതെ യാതൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ആകെ പറയാൻ പറ്റുന്നത് തുർക്കിയുടെ ഡ്രോണുകളാണ്. തുർക്കിയുടെ ഡ്രോണുകളെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തതാണ് ഒരു തവണ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത്. സ്വാം അറ്റാക്ക് അല്ലേ പാകിസ്ഥാൻ നടത്തിയത്? പാകിസ്ഥാൻ എന്തായാലും ഡ്രോണുകൾ ഉണ്ടാക്കുന്നില്ല. ഒന്ന് ചൈനയുടെ അടുത്തുനിന്ന് വാങ്ങിയത്, രണ്ട് തുർക്കിയുടെ അടുത്തുനിന്ന് വാങ്ങിയത്. ഇത് 100 കണക്കിന് എണ്ണം ഒരേ സമയം ഇന്ത്യയുടെ എവിടെയെങ്കിലും ആക്രമണം നടക്കണമെങ്കിൽ നടന്നോട്ടെ എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ അയച്ചു. അതിനെ എല്ലാം നമുക്ക് തകർക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുർക്കി ഡ്രോണുകൾ ഇന്ത്യക്കെതിരെ ഫലപ്രദമല്ല എന്ന് കൂടിയാണ് തെളിയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അറേബ്യൻ കടലിലും പ്രധാന സമുദ്രപാതകളിലും ഇന്ത്യൻ നാവികസേനയുടെ ആധിപത്യം എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല. കറാച്ചി, ഗ്വാദർ തുറമുഖങ്ങളൊക്കെ കത്തും. പാകിസ്ഥാന് ഇന്ധനം പോലും കിട്ടാത്ത സ്ഥിതി ഉണ്ടാവും. ഇനി നമ്മൾ വ്യോമ പ്രതിരോധ കവചത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ DRDOയുടെ പ്രോജക്റ്റ് കുശത ഇപ്പോ പൂർത്തിയായിട്ടേ ഉള്ളൂ. അതിനിപ്പോ പ്രൊഡക്ഷൻ തുടങ്ങാൻ പോവാണ്. പ്രോജക്റ്റ് കുശ കൂടി വരുന്നതോടെ ഇന്ത്യയിൽ ഒരു കല്ല് പറക്കി എറിയാൻ പോലും പാകിസ്ഥാനെ കൊണ്ട് പറ്റാത്ത സ്ഥിതി വരും. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പ്രോജക്റ്റ് കുശ ഇല്ല, എന്നിട്ടും പാകിസ്ഥാന്റെ ഒരു അറ്റംപ്റ്റ് പോലും ഇന്ത്യയിൽ സക്സസ് ആവാത്ത വിധം നമുക്ക് വ്യോമ പ്രതിരോധ സംവിധാനം തീർക്കാൻ കഴിഞ്ഞതാണ്. സോ പിന്നെ ഇനി പ്രോജക്റ്റ് കുശ കൂടി വരുന്ന സമയത്ത് എത്രമാത്രം സെക്യൂർ ആക്കാൻ നമുക്ക് നമ്മുടെ രാജ്യത്തെ കഴിയുമെന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. S-400, പ്രോജക്റ്റ് കുശ, ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റം, അതുപോലെ IACCS എന്നിവയെല്ലാം കൂടെ ഒന്നിച്ചു ചേരുന്നതോടെ ഇന്ത്യയുടെ ചുറ്റും ശക്തമായ ഒരു വ്യോമ പ്രതിരോധ കവചം തന്നെ രൂപപ്പെടും. ശത്രുക്കളുടെ മിസൈലുകളെയും യുദ്ധവിമാനങ്ങളെയും വിദൂരത്ത് വെച്ച് തന്നെ തകർക്കാൻ ഇതിന് സാധിക്കുകയും ചെയ്യും. പ്രളയ് മിസൈലുകൾ, മറ്റ് ബാലിസ്റ്റിക് മിസൈലുകൾ, ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ, ഘാതക് സ്റ്റെൽത്ത് ഡ്രോണുകൾ ഇവയെല്ലാം ശത്രുക്കളുടെ വ്യോമസേനാ താവളങ്ങളെയും റഡാറുകളെയും കൃത്യതയോടെ തകർക്കും. അഗ്നി 5, 6, സൂര്യ, K4, K5 തുടങ്ങിയ മിസൈലുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മിസൈലുകളുടെ കൂട്ടത്തിൽ പെടുന്നവയാണ്. ഇത് ആണവ ആയുധങ്ങൾ പ്രയോഗിക്കാനും പരമ്പരാഗത സ്ഫോടക വസ്തുക്കൾ വഹിക്കാനും കഴിയുന്ന മിസൈലുകളാണ്. അതായത് തുടർച്ചയായ ആക്രമണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇന്ത്യക്ക് നടത്താൻ കഴിയും. സൗദിയുടെയോ തുർക്കിയുടെയോ കയ്യിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളില്ല, ശക്തമായ ആധുനിക മിസൈലുകളില്ല. തുർക്കിയുടെ ശക്തി ഡ്രോൺ പവർ മാത്രമാണ്. സൗദിയുടേത് അമേരിക്കയുടെ അടുത്ത് നിന്ന് വാങ്ങിയ കുറെ ആയുധങ്ങളുണ്ട്. അതായത് ഈ തുർക്കിയുടെയും സൗദിയുടെയും കയ്യിലായിട്ട് F-16 ഉണ്ട്, അത് പാകിസ്ഥാന്റെ കയ്യിലുണ്ട്. F-16 ഉണ്ട്, F-15 ഏതോ ഒരു കാറ്റഗറിയിൽപ്പെട്ട വിമാനം സൗദിയുടെ കയ്യിലും ഉണ്ടെന്ന് തോന്നുന്നു. ഈ യുദ്ധവിമാനങ്ങൾ ഉണ്ട് എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വളരെ ആധുനികമായ കൂടുതൽ ആയുധങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാനൊന്നും സൗദിക്കൊന്നും കഴിഞ്ഞിട്ടില്ല. തുർക്കി ആണെങ്കിലും ഡ്രോൺ രംഗത്താണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ഇവർക്ക് എല്ലാത്തിനും സ്പെയർ പാർട്സും മറ്റ് സപ്പോർട്ടും ഒക്കെ US നിന്ന് ആവശ്യമാണ്. ഇന്ത്യയുടെ Su-30 MKI എന്ന് പറയുന്ന യുദ്ധവിമാനത്തിന്റെ ഒരു പ്രത്യേകത, അതിന്റെ സ്പെയർ പാർട്സ് ഇന്ത്യക്ക് ഉണ്ടാക്കാൻ പറ്റും, അതിന്റെ മെയിൻ്റനൻസ് ഇന്ത്യക്ക് തന്നെ ചെയ്യാൻ പറ്റും. റഷ്യയുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധം കൊണ്ട് നമ്മൾ ആ ലെവലിലോട്ട് ഓൾറെഡി വളർന്നിട്ടുണ്ട്. റഫേൽ പോലെയുള്ള യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ മുൻനിരയിൽ തന്നെയുണ്ട്. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങൾ, അതിന്റെ മാർക്ക് 2 തീർച്ചയായിട്ടും വൈകാതെ മാസ് പ്രൊഡക്ഷൻ നടക്കാൻ പോവാണ്. ഏത് കോണിലൂടെ നോക്കിക്കഴിഞ്ഞാലും ഈ പറയുന്ന തുർക്കിക്കും സൗദിക്കും പാകിസ്ഥാനും ഇവർ ഒന്നിച്ചു നിന്നാൽ പോലും ഇന്ത്യ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പരമമായ യാഥാർത്ഥ്യം. AI പോലും അത് മനസ്സിലായി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.